അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അള്ളാഹുവിനെ സ്നേഹിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. സ്നേഹിക്കുക എന്നത് പറയാൻ എളുപ്പമാണ്. എന്നാൽ എത്രത്തോളം അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് നാം ആലോചിക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യവും അറിയുമ്പോഴാണല്ലോ അതിനോട് സ്നേഹമുണ്ടാവുക. ഒരു വസ്തുവിനെക്കുറിച്ച്, ഒരു നാടിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോൾ, അതിനെക്കുറിച്ചുള്ള അറിവുകൾ അധികരിക്കുമ്പോൾ അതിനോടുള്ള അടുപ്പവും സ്നേഹവും കൂടും. അള്ളാഹുവിനെക്കുറിച്ചും നമ്മൾ അറിയുമ്പോഴാണ് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയുക. എത്രത്തോളം അള്ളാഹുവിൻ്റെ അസ്മാവും അവൻ്റെ സിഫാത്തുകളും നമ്മൾ മനസ്സിലാക്കുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, ഇഷ്ടം നമുക്ക് കൂടുക തന്നെ ചെയ്യും. പലപ്പോഴും അധികം ആളുകളും അറിയാൻ, പഠിക്കാൻ പരിശ്രമിക്കുന്നില്ല എന്നത് ദുഃഖകരമാണ്. അള്ളാഹുവിനെക്കുറിച്ച് അറിയുന്നതിലൂടെ, അവനെ ഇഷ്ടപ്പെടുന്നതിലൂടെ ലഭിക്കുന്ന ഒരാനന്ദമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിലെ സ്വർഗം. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാറുണ്ട്, ഇന്ന ഫി ദുനിയ ജന്ന മൻ ലം യദ്ഖുൽഹ ലാ യദ്ഖുലുൽ ജന്നത്തൽ ആഖിറ. തീർച്ചയായും ഈ ദുനിയാവിലൊരു സ്വർഗമുണ്ട്. ആ ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ നാളെ ആഖിറത്തിലെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവിലൂടെ, ഇഷ്ടത്തിലൂടെ മനസ്സിൽ നാം നേടുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ ഒന്നും നമുക്ക് പ്രയാസമാവുകയില്ല. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്, മാതാ യസ്നഉ ബി അഅദാഇ. എൻ്റെ ശത്രുക്കൾ, അവർ എന്നെ എന്തു ചെയ്യാനാണ്? എത്ര വലിയ ശത്രുക്കളാണ് ഷെയ്ഖുൽ ഇസ്ലാമിനുള്ളത്. ഭരണാധികാരികൾ മുതൽ അന്നത്തെ ബിദ്അത്തിൻ്റെ എല്ലാ തലകളും, എല്ലാ ശക്തികളും ഷെയ്ഖുൽ ഇസ്ലാമിനെതിരാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ശത്രുക്കൾ, അവർക്ക് എന്നെ എന്തു ചെയ്യാൻ കഴിയും? ജന്നത്തി വബുസ്താനി ഫീ സ്വദിരി. എൻ്റെ സ്വർഗം, എൻ്റെ സ്വർഗത്തിലെ തോപ്പുകൾ അതെൻ്റെ സ്വദറിലാണ്. ഐനമാ ദഹബ്തു ഫഹുമാ മഈ. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ സ്വർഗം എൻ്റെ കൂടെയുണ്ട്. അവർ, ശത്രുക്കൾ, എന്നെ ജയിലിലടച്ചാൽ സിജിനി ഖുൽവ, അതെനിക്ക് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ കരയാൻ, അള്ളാഹുവിനെ ഓർക്കാൻ അതിനുള്ള സമയമാണ്. ജയിലിലടച്ചാൽ ആ ജയില് എനിക്ക് അള്ളാഹുവുമായി അടുക്കാനുള്ളതാണ്. വഖത്ലി ഷഹാദ. ഏറ്റവും ശക്തിയായി ഇനി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ കൊല്ലാൻ കഴിയും. കൊന്നാൽ അതെനിക്ക് രക്തസാക്ഷ്യമാണ്. വ ഇഖ്റാജി മിൻ ബലദി സിയാഹ. എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയാൽ, നാട് കടത്തിയാൽ അതെനിക്ക് ഹിജറയാണ്. അങ്ങനെ നമ്മൾ ദുരിതമായി കാണുന്ന, നമ്മൾ പ്രയാസമായി കാണുന്ന എല്ലാം ഷെയ്ഖുൽ ഇസ്ലാം പറയുകയാണ് അത് അദ്ദേഹത്തിന് ആനന്ദമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ റൂം മുഴുവൻ സ്വർണം ഉണ്ട് എങ്കിൽ, അതെൻ്റേതാണ് എങ്കിൽ, അത് മുഴുവൻ ഈ അനുഗ്രഹം ചെയ്തവർക്ക് ഞാൻ പകരം നൽകുമായിരുന്നു. അഥവാ ജയിലിലടച്ച, പ്രയാസപ്പെടുത്തിയ, പരീക്ഷിപ്പിച്ച ഈ ആളുകൾക്ക് ഞാൻ പകരം നൽകും. കാരണം അത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് പറയാൻ സാധിക്കുക അള്ളാഹുവിനെ അറിയുമ്പോഴാണ്. അള്ളാഹു എനിക്ക് നൽകുന്നതെല്ലാം ഖൈറാണ്, അതിൽ അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഏതു പരീക്ഷണങ്ങളും, ഏതു നരകതുല്യമായ നമ്മളുടെ ഭാഷയിലെ പ്രയാസങ്ങളും സ്വർഗീയ ആനന്ദങ്ങളായി കാണാൻ, സ്വർഗത്തോപ്പുകളായി കാണാൻ സാധിക്കുക ഈ അറിവിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയാൻ, അവൻ്റെ സിഫാത്തുകൾ മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.
reality.